Hi students, today in this video we are going to discuss professionalism in business. Professional behavior is necessary for the long-term success of a business, whether it is a big organization or it is a small organization. ഒരു ചെറിയ സ്ഥാപനമായാലും ഒരു വലിയ സ്ഥാപനമായാലും അതിനൊരു ലോങ് ടേം സക്സസ് ലഭിക്കണമെങ്കിൽ അവിടെ ഒരു പ്രൊഫഷണൽ ബിഹേവിയർ അത്യാവശ്യമാണ്. അപ്പോൾ ഒരു പ്രൊഫഷണലിസം ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷന് ഒരു ലോങ് ടേം സക്സസ് ഉണ്ടായിരിക്കും. ഓക്കെ, നൗ we will discuss how professionalism helps a company. So through this video we are going to discuss how professionalism helps company for their success. Okay, importance of professionalism in business. First, establishes proper boundaries. If there is professionalism in business, workers can maintain, or managers or top officials can maintain a boundary in their work. So professionalism in the business establishes boundaries between what is considered appropriate and what is not. So through professionalism, an employee can understand what is appropriate and what is not to do, what is not appropriate. Okay, സോ ഒരു പ്രൊഫഷണലിസം ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന് ഏതാണ് സ്യൂട്ടബിളായ കാര്യം, എന്താണ് ചെയ്യാൻ പാടാത്തത്, അല്ലേ, എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നതൊക്കെ കറക്റ്റായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവും. രണ്ടാമത്തെ പോയിന്റ്, എൻകറേജസ് പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റ്. എ ബിസിനസ് എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് എംപ്ലോയി ഡ്രസ് ആൻഡ് ഓപ്പറേറ്റ് പ്രൊഫഷണലി ഈസ് മോർ ഹെൽപ്ഫുൾ ഫോർ ബിസിനസ് സക്സസ്. So in an organization, if an employee is working in properly dressed, so that if there is any dress code in an organization, if there is any dress code and professional behavior, they have to feel confidence. They increase the confidence of the employees. So it helps for personal improvement for the employee. So they feel confidence and their work will also improve. Third point, promote and maintain accountability. When a professionalism in business, if there is a professionalism in business and the workers are directly interacted with the clients and they working in a professional environment, so their workplace in professional workplace, so they feel accountability for their work. So they feel a responsibility. They are ready to take responsibility for their work. So companies that interact directly with the clients are supposed to provide the best service and present their company in the best possible manner. They provide best service and they are accountable, responsible for their work. So that is, ഒരു കമ്പനിയിൽ പ്രൊഫഷണലിസം ഉണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് അവർ ചെയ്യുന്ന വർക്ക് വളരെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ കസ്റ്റമേഴ്സുമായി ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവർ തയ്യാറാവും. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷസ് റെസ്പെക്റ്റ്. പ്രൊഫഷണലിസം ഇൻ ബിസിനസ് ഗീവ്സ് റെസ്പെക്റ്റ് ഫ്രം ക്ലയൻസ് ആൻഡ് കോവർക്കേഴ്സ്. ഒരു കമ്പനിയിൽ പ്രൊഫഷണലിസം ഉണ്ടാവുമ്പോൾ എന്താണ്, അവിടുത്തെ എംപ്ലോയീസിന് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. വർക്കേഴ്സിന്, അതേപോലെ ക്ലയൻസ്, അവരൊക്കെ ഈ എംപ്ലോയീസിനെ റെസ്പെക്റ്റ് ചെയ്യും. മാനേജേഴ്സ് ആണെങ്കിൽ മാനേജേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡുള്ളൊരു മാനേജറാണെങ്കിൽ അല്ലെങ്കിൽ പ്രൊഫഷണലിസം ഫോളോ ചെയ്യുമ്പോൾ അവിടുത്തെ സ്റ്റാഫിന് റെസ്പെക്റ്റ് ലഭിക്കുന്നു, ക്ലയൻസിൽ നിന്നും അതേപോലെ മറ്റുള്ള വർക്കേഴ്സിൽ നിന്നും. സോ ഒരു റെസ്പെക്റ്റ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. മിനിമൈസ് കോൺഫ്ലിക്റ്റ്. പ്രൊഫഷണലിസം ഇൻ ബിസിനസ് ഹെൽപ്സ് ടു റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് എമംഗ് വർക്കേഴ്സ് ഇൻ എൻ ഓർഗനൈസേഷൻ. സോ നെക്സ്റ്റ് പോയിന്റ്, മിനിമൈസസ് കോൺഫ്ലിക്റ്റ്. സോ പ്രൊഫഷണലിസം ഇൻ ബിസിനസ് ഹെൽപ്സ് ടു റെഡ്യൂസ് കോൺഫ്ലിക്റ്റ്. വർക്കേഴ്സിൻ്റെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു. കാരണം അവിടെ ഒരു പ്രൊഫഷണൽ ബിഹേവിയറാണ്, എല്ലാ എംപ്ലോയീസും പ്രൊഫഷണൽ ബിഹേവിയർ ആണെങ്കിൽ പ്രൊഫഷണൽ ബിഹേവിയറാണ് ഫോളോ ചെയ്യുന്നത്.
സോ അവർ മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാനും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. എംപ്ലോയീസിനൊരു കോർഡിനേഷൻ ഉണ്ടായിരിക്കും, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. നെക്സ്റ്റ് ബെനിഫിറ്റ്, increased job satisfaction. Professionalism helps to reduce stress and it increases job satisfaction and increase performance. പ്രൊഫഷണലിസം, ഒരു ഓർഗനൈസേഷനിൽ പ്രൊഫഷണലിസം ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ സ്ട്രെസ്സ് കുറയും. എല്ലാവരും പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡാണ്. സോ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല. അതുപോലെ അപ്പോൾ അവിടെ എന്ത് കുറയും? സ്ട്രെസ്സ് കുറയും. സ്ട്രെസ്സ് കുറയുമ്പോൾ അവിടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, കൂടുതൽ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അത് അവരുടെ പെർഫോമൻസിന് അല്ലേ അതിന് എഫക്റ്റ് ചെയ്യും. സോ ദർ പെർഫോമൻസ് വിൽ ആൾസോ ഇൻക്രീസ്ഡ്. നെക്സ്റ്റ്, പേഴ്സണൽ ഗ്രോത്ത്. Professionalism in workplace helps to improve personal performance also and personal behavior of workers. Professional growth, ഒരു പേഴ്സണൽ ഗ്രോത്ത്, പ്രൊഫഷണലിസം, ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ പ്രൊഫഷണലിസം വരുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിൻ്റെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് കാരണമാവുന്നു. അതായത് അവരുടെ ജോബ് മാത്രമല്ല, ജോബിലെ പെർഫോമൻസ് മാത്രമല്ല, പക്ഷെ അവരുടെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പേഴ്സണൽ പെർഫോമൻസ് ആൾസോ ഇൻക്രീസ്ഡ്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫഷണലിസം ഇൻ ബിസിനസ്. നെക്സ്റ്റ് ടോപ്പിക്, പ്രൊഫഷണൽ സ്കിൽസ്. ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അല്ലേ, പ്രൊഫഷണൽസ്, അദ്ദേഹത്തിന് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്? അപ്പോൾ ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഫഷൻ, പലതരത്തിലുള്ള ജോബാണുള്ളത്. അപ്പോൾ ഓരോ ജോബിനും വേണ്ട സ്കില്ല് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ പ്രൊഫഷണൽ സ്കിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ജോബിന് വേണ്ട സ്കില്ലാണ് ഉദ്ദേശിക്കുന്നത്. സോ ഒരു കോമൺ സ്കിൽ എന്തൊക്കെയാണ് പ്രൊഫഷണൽ സ്കിൽസ്? സാധാരണ ഒരു പ്രൊഫഷണലിന് വേണ്ട സ്കിൽസ് കുറച്ചൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തന്നെയാണ്. ഫസ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലേ അത്യാവശ്യമാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് നെസസറി ഫോർ ദി സക്സസ് ഓഫ് എവറി പ്രൊഫഷണൽ. ഏതൊരു പ്രൊഫഷനായാലും അതിൻ്റെ സക്സസ്സിന് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഒരു സെയിൽസ്മാൻ ആവാം, മാനേജർ ആവാം, whatever may be the post, whatever may be the post, he must have communication skill. Communication skill includes verbal, non-verbal and listening skill also. Written communication, not only in written communication or oral communication, but also listening skill also included in communication skill. Next, decision making skill. So in every field we have to make lot of decision in personal life and also professional life. So decision making is an important. നമുക്ക് തോന്നും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഇൻബോൺ ക്വാളിറ്റി ആണെന്ന്. പക്ഷേ അതൊരു ഇൻബോൺ ക്വാളിറ്റി മാത്രമല്ല, വി ക്യാൻ അക്വയർ ദ നോളേജ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. നമുക്കൊരു ആ നോളേജ് എങ്ങനെ ഡിസിഷൻ മേക്കിംഗ് അല്ലേ എങ്ങനെ ചെയ്യാം, തീരുമാനങ്ങൾ എങ്ങനെ എടുക്കാം എന്നത് നമുക്ക് നോളേജ് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. ട്രെയിനിങ്ങിലൂടെ നമുക്ക് അറിവ് നേടിയെടുക്കാൻ പറ്റുന്നൊരു സ്കില്ലാണ്. ഇതൊരു ഇൻബോൺ സ്കില്ലല്ല ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. അതിലേറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്നതാണ് എന്ത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. സോ ആ ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം ഒരു പ്രൊഫഷണലിന്. ദെൻ പ്രോബ്ലം സോൾവിങ് സ്കിൽ. എന്തൊരു പ്രശ്നം വന്നാലും അത് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഒരു പ്രൊഫഷണലിന് ഉണ്ടായിരിക്കണം. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലീഡർഷിപ്പ് സ്കിൽ. ലീഡർഷിപ്പ് സ്കിൽ ഇൻക്ലൂഡ്സ് എബിലിറ്റി ടു ലീഡ്, മോട്ടിവേറ്റ് ആൻഡ് ഇൻസ്പയർ. നമുക്ക് ലീഡ് ചെയ്യാനും അതേപോലെ തന്നെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ, ഇതൊക്കെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. ഒരു പ്രൊഫഷണലിന് വേണ്ട ഒരു സ്കില്ലാണ്. മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കാം, മറ്റുള്ളവരെ എങ്ങനെ ലീഡ് ചെയ്യും, ഇൻസ്പയർ ചെയ്യുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ്. നെക്സ്റ്റ്, ഇൻ്റർപേഴ്സണൽ സ്കിൽ. ഇൻ്റർപേഴ്സണൽ സ്കിൽ മീൻസ് എബിലിറ്റി ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ്. So customer relationship, it's an important for business. So to maintain a customer, to build a customer, retainment of customer is very important. കസ്റ്റമറെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല, കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യാം. നമ്മുടെ കമ്പനിയിൽ തന്നെ കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നല്ലൊരു
ഇൻ്റർപേഴ്സണൽ സ്കില്ലുള്ള എംപ്ലോയീസ് ആണെങ്കിൽ ആ കമ്പനി വളരെ സക്സസ്ഫുൾ ആയിരിക്കും. സോ ഇൻ്റർപേഴ്സണൽ സ്കിൽ ഈസ് നെസസറി. ആൻഡ് ദ പീപ്പിൾ ഹു ആർ ഡയറക്റ്റ്ലി ഇൻ്ററാക്ടിങ് വിത്ത് ക്ലയൻറ്റ്സ് ദേ മസ്റ്റ് ഹാവ് ടോളറൻസ്. ഇപ്പോൾ കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ ഒരു ടോളറൻസ് ഉണ്ടായിരിക്കണം, അല്ലേ, ക്ഷമ ഉണ്ടായിരിക്കണം അവർക്ക്. അതേപോലെ തന്നെ അവർക്ക് പ്രൊഫഷണലി നെഗറ്റീവായിട്ടാണെങ്കിൽ കൂടി സിറ്റുവേഷനിലായി കൂടി അവർക്ക് നല്ല രീതിയിൽ കസ്റ്റമറുമായിട്ട് ബിഹേവ് ചെയ്യാൻ സാധിക്കണം. അതൊക്കെ ഇൻ്റർപേഴ്സണൽ സ്കില്ലാണ്. നെക്സ്റ്റ് ഓർഗനൈസേഷണൽ സ്കിൽ. Organizational skill means it is an important skill every professional must possess. Every professional must possess organizational skill. That is, he always stay organized and focus on the project. It is organized skill. Organization അല്ലേ, എല്ലാം മാനേജ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട സ്കില്ലാണ്. ഏതൊരു പ്രൊഫഷണലിനും വേണ്ട ഒരു സ്കില്ലാണ്. അതേപോലെ എന്താണ് പ്രോജക്റ്റ്, അദ്ദേഹത്തിന് ആ പ്രോജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, സ്ട്രെസ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. ഇതിൽ വരുന്നത് പ്ലാനിങ്, ജനറൽ പ്ലാനിങ്, കോർഡിനേറ്റിംഗ്, റിസോഴ്സസ്, ഓക്കെ, മീറ്റിംഗ് ഡെഡ് ലൈൻസ്. എന്തെങ്കിലും നമുക്കൊരു ലാസ്റ്റ് ഡേറ്റ് വരുമ്പോഴേക്കും ആ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് ഓർഗനൈസ് ചെയ്യാനുള്ളൊരു കഴിവ് വേണം. നെക്സ്റ്റ് ടൈം മാനേജ്മെൻറ്റ് സ്കിൽ. സോ ടൈം മാനേജ്മെൻറ്റ് സ്കിൽ is also very important part of professional skill. Good time management helps to control time. That is, helps to balance his personal life and also professional life. ടൈം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് അതേപോലെ പ്രൊഫഷണൽ ലൈഫ് രണ്ടും മാനേജ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ടൈം മാനേജ്മെൻറ്റ് ഈസ് an important skill required for a professional. Next, stress management skill. So managing a stress level helps to lead helps to become a better professional. So it helps to solve many problems. സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ വരുന്ന ഒരുപാട് പ്രോബ്ലംസ് വരുന്ന സമയത്ത് അതൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ അവിടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽ ഉണ്ടായിരിക്കണം. എ ഗുഡ് പ്രൊഫഷണൽ നെവർ അലൗസ് സ്ട്രെസ് ടു ഇൻഫ്ലുവൻസ് ഹിസ് ജോബ്. ഒരു നല്ലൊരു പ്രൊഫഷണൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വർക്ക് സ്ട്രെസ്സ് മുഖേന ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വർക്ക് ഇൻഫ്ലുവൻസ് ആവില്ല. അപ്പോൾ ഒരു നല്ലൊരു പ്രൊഫഷണൽ ആണെങ്കിൽ അവിടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയണം. അവിടെ സിറ്റുവേഷൻ മോശമാണെങ്കിലും അവിടെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയണം. നെക്സ്റ്റ്, ടീം വർക്ക്. സോ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ടീം വർക്ക് അതുണ്ടായിരിക്കണം. ഒരു ടീമായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് നേടിയെടുക്കാൻ പറ്റുള്ളൂ. സോ ടീം വർക്ക് ഈസ് എസെൻഷ്യൽ ഫോർ ബിസിനസ്. To attain organizational goal, every department and every employees work as a team. So team work എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരുമായിട്ട് കോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. സോ that is very important skill required for a professional in the case of business. Work ethic, that is responsibility for the work. Work ethic means also the rules and regulations of the company. Ethics that should be followed. The rules and regulations of the company should be followed by a professional. That includes punctuality in his work and completing work in proper time. കറക്റ്റ് സമയത്ത് വർക്ക് ചെയ്യുക, വർക്കിൽ മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ, അതേപോലെ പങ്ക്ച്വലായിട്ട് ഓഫീസിൽ വരിക. ഇതൊക്കെ ഒരു നല്ലൊരു പ്രൊഫഷണലിൽ വേണ്ട ഗുണങ്ങളാണ്. പങ്ക്ച്വാലിറ്റി. നെക്സ്റ്റ്, ഫ്ലെക്സിബിലിറ്റി. എ ഗുഡ് പ്രൊഫഷണൽ മസ്റ്റ് ബി റെഡി ടു അഡാപ്റ്റ് ചേഞ്ചസ്. മാറ്റങ്ങൾ വരുമ്പോൾ അത് അഡാപ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം ഒരു നല്ലൊരു പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ് ഫ്ലെക്സിബിലിറ്റി. നമുക്കറിയാം ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഫീൽഡിലും. അതിനനുസരിച്ച് നമ്മൾ നോളേജ് അക്വയർ ചെയ്യാനും ആ ചേഞ്ചിങ് എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യാനും ആർക്ക് സാധിക്കണം? നല്ലൊരു പ്രൊഫഷണലിന് സാധിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് കമ്പനിക്കും ഗുണമാണ്, ആ വ്യക്തിക്കും ഗുണമാണ്. So these are the skill required for a professional. Okay.